ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യസ് ഹോംലി ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഇത്രയും നാൾ നമ്മൾ ഹെയർ കെയർ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സ്കിൻ കെയർ, സ്കിന്നൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കുറച്ച് ഗ്ലോയിങ് ഒക്കെ ഒന്ന് ആക്കിയെടുക്കാം. നാച്ചുറൽ ആയിട്ടുള്ള വഴിയിലൂടെ നമുക്ക് സ്കിന്നൊന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്, കുറച്ചധികം നാളുകളായിട്ട് ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഒരാളാണ്. അപ്പോൾ വെയിൽ കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ശരീരത്തിനൊരു കളറ്, കൈക്കും കാലിനും ഒക്കെ വേറൊരു കളർ, അങ്ങനെയാണ് ഒരു രണ്ട് കളറാണ്. അപ്പോൾ എനിക്കറിയാം നല്ലൊരു ശതമാനം ആൾക്കാർ ഇതൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ പൊതുവേ ഞാൻ അങ്ങനെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സമയം അങ്ങനെ ചിലവാക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഭയങ്കര മടിയാണ് സ്കിൻ കെയർ ചെയ്യാൻ. എനിക്കിഷ്ടമാണ്, പക്ഷേ ഭയങ്കര മടിയാണ്. ഹെയർ കെയർ ഒക്കെ ചെയ്യും, സ്കിൻ കെയർ നല്ല മടിയാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ചിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ സ്കിൻ തന്നെ മാറ്റണം എന്ന് എനിക്ക് ഭയങ്കര തീരുമാനമായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോയിൽ ഞാൻ മറ്റേ വിറ്റാമിൻ സി ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങി, അതുപോലെ ഫിഷ് ഓയിലൊക്കെ വാങ്ങി ഹെൽത്തി ഹെയറിനും സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൂടാതെ പുറമേ ഉള്ള കുറച്ച് കെയറും നമ്മൾ ചെയ്യണമല്ലോ. ഉള്ളിലുള്ള കെയർ വേണം, അതോടൊപ്പം പുറമേ ഉള്ള കെയർ വേണം. അപ്പോൾ പുറമേ ഉള്ള കെയറാണ് പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെയിൽ കൊണ്ടിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലും കാലിലും ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, നമ്മളിത് കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡെയിലി ഇതിങ്ങനെ പിഗ്മെൻറ്റഡ് ആയി അവസാനം രണ്ട് കളറായിരിക്കും. അത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കുറച്ച് കൊണ്ടുവന്ന് കളർ ഒരു നോർമൽ നമ്മുടെ സാധാരണ ടോണിലോട്ട് മാറ്റാനായിട്ടും, പിന്നെ നോർമൽ ടോണിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആവും. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മാക്സിമം ഞാൻ മിസ് ചെയ്യത്തില്ല. ചില ദിവസം എനിക്ക് മടിയാണ്, പക്ഷേ ചില ദിവസം ഒന്നും മിസ്സാക്കാതെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് വ്യത്യാസം എനിക്ക് അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും ആ പാക്ക് ഒന്ന് കാണാം. പാക്ക് കണ്ടിട്ട് കുറച്ച് ടിപ്സുകളൂടി പറഞ്ഞുതരാം. അതും കൂടി നിങ്ങളൊന്ന് കാണണം. അതുകൂടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം വരും. ഇപ്പോൾ പുറത്തൊക്കെ പോയി വെയിൽ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ പറ്റൂ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്താലും ഞാൻ നന്നായിട്ട് വെയിലുള്ളൂ. അപ്പോൾ പിന്നെയും പഴയതുപോലെയൊക്കെ ആവും. അപ്പോൾ ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടിപ്സുകളൊക്കെ ഉപകരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനൊരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഞാൻ ഒരു ദിവസത്തേക്കുള്ളതാണ് അളവെടുത്തത്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓട്സ് ആണ്. ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെന്ന് എടുക്കാം. ഇതുപോലെ തിക്കായിട്ടൊരു പേസ്റ്റ് കിട്ടി. ഇനി ഇതിൽ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മുഖത്തിടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതിലേക്ക് നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതിൽ ഞാൻ കസ്തൂരി മഞ്ഞളാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടും, അതുപോലെ കളറിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനായിട്ടും കസ്തൂരി മഞ്ഞൾ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഫേസിൽ കസ്തൂരി മഞ്ഞൾ ഇടുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഇടാം. ഇനി നമുക്ക് ഒരു ഫുൾ ബോഡി സ്ക്രബ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കോഫി പൗഡർ ചേർക്കുന്ന സമയത്ത് സ്കിന്നിൻ്റെ കളർ കുറച്ച് ഇമ്പ്രൂവ് ആവാനും ടാനൊക്കെ ഒന്ന് റിമൂവ് ആകാനും, അതുപോലെ കോഫിയുടെ ഒരു മണം കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരു കോഫി പൗഡർ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഈ ഒരു കോഫി പൗഡർ യൂസ് ചെയ്യാം. ഇനി ഒരു സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. പക്ഷേ സ്കിൻ കെയറിന് ബെസ്റ്റ് ഓപ്ഷൻ ഒലിവ് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ ഒരു ബോഡി സ്ക്രബ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്യണം. സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഇത് സ്ക്രബ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഫുള്ളായിട്ട് അലിഞ്ഞ് തരിയൊന്നും ഇല്ലാണ്ടാവും. തരി ഇല്ലാതായി കഴിയുമ്പോൾ നിങ്ങൾ കഴുകി കളയരുത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാക്ക് ദേഹത്തും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ക്രബ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യത്തില്ല, കാരണം എനിക്ക് എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡാമേജ് ആവും. അപ്പം ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. പാക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് വരെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് നിങ്ങൾ 7 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുക. നല്ല വ്യത്യാസം കാണും. 7 ദിവസം മാത്രമല്ല, നിങ്ങൾക്ക് എത്ര ദിവസം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിപ്പം അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒരു 7 ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും അടുപ്പിച്ചൊരു 7 ദിവസം നിങ്ങൾ ചെയ്യുക, നല്ല വ്യത്യാസം വരും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ആ ഒരു സ്ക്രബ് ഉണ്ടല്ലോ, ബോഡി സ്ക്രബ്, അത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ച 2 വട്ടമോ ചെയ്യാം. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആഴ്ച ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നാണെങ്കിൽ ആഴ്ച 3 4 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് ഹാർഡായിട്ട് റബ്ബ് ചെയ്യരുത്, സോഫ്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ. നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ പറയാം. ഒന്നാമതായിട്ട് നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ച് വെക്കും, യൂസ് ചെയ്യത്തില്ല. ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ട് പുറത്ത് ഭയങ്കര വെയിലത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യും. ഫേസിലാണ് കൂടുതലും യൂസ് ചെയ്യും. പിന്നെ കയ്യിലൊക്കെ ഞാൻ പഴയ ഒരു സൺസ്ക്രീൻ കുഴപ്പമുണ്ട്, അതെടുത്ത് യൂസ് ചെയ്യും. രണ്ടാമത്തെ ടിപ്പ്, നിങ്ങൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ഭയങ്കര മാറ്റം ഉണ്ടാവും. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. കാരണം ഞാൻ അങ്ങനെ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള സ്കിന്നിനൊരു മാറ്റം, അതായത് നമ്മളിപ്പോൾ ദാഹിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നൊരു ഫീലാണ്. നമ്മുടെ വരണ്ടിരിക്കുന്ന ചർമ്മത്തിന്, എനിക്ക് പൊതുവേ കുറച്ച് സെൻസിറ്റീവുമാണ്, കുറച്ച് വരണ്ട സ്കിന്നുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിലേക്ക് മോയ്സ്ചറൈസർ ചെല്ലുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ്, ഭയങ്കരമായിട്ട് എന്താ പറയുക, ദാഹിച്ചിരുന്ന മനുഷ്യന് വെള്ളം കിട്ടിയൊരു ഫീലാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തവർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഇനി മോയ്സ്ചറൈസർ മേടിക്കാൻ പറ്റാത്തവർ ആലോവേരയുടെ ജെല്ലുണ്ടല്ലോ, വീട്ടിലൊരു ആലോവേര നട്ടുപിടിപ്പിക്കുക. ആ ഒരു ആലോവേര ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ മഞ്ഞ കറയൊക്കെ കളഞ്ഞതിന് ശേഷം ഫേസിൽ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഒരു നാടൻ മോയ്സ്ചറൈസറാണ്. അടുത്തായിട്ട് നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ടല്ലോ ഒരു ബോഡി സ്ക്രബ്, അത് നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കാനും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനും ഹെൽപ്പ് ചെയ്യും. അത് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർഡായിട്ട് സ്കിന്നിൽ മുറിവൊന്നും ഉണ്ടാവാത്ത ടൈപ്പ് ഒരു എക്സ്ഫോലിയേറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ഫോലിയേറ്റേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കും. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടിട്ടോ തേച്ച് വരച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ സ്കിൻ, നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഹാർഡായിട്ടിട്ടോ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെ നമ്മുടെ ശരീരത്തിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്കിൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. വെള്ളം കുടിയിൽ ഞാനിപ്പോൾ ഇച്ചിരി പുറകിലോട്ടാണ്. എനിക്കെന്നും ആഗ്രഹമുണ്ട് വെള്ളം കുടിക്കണമെന്ന്, പക്ഷേ ഞാനങ്ങ് മറന്നു പോകും. അപ്പോൾ ഞാൻ ഇനി മുതൽ എൻ്റെ കണ്ണിൻ്റെ വെട്ടത്തിൽ ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ച് വെള്ളം നിറച്ച് വെച്ച് കുടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട്, എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് വെള്ളം കൂടി കൂട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കേണ്ട എങ്ങനെ, അവനവൻ്റെ വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണം. 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ, അതാണ് കണക്ക്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ വെള്ളം കുടിയുടെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും വെള്ളം കുടിക്കുക. എക്സസൈസ് കൂടെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എക്സ്ട്രാ വെള്ളം കുടിക്കണം. എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ അത് കുടിക്കത്തില്ലേ, അത് കൂടാതെ നിങ്ങളുടെ ഹൈറ്റിനല്ല വെയിറ്റിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ വെള്ളം കൂടി നിങ്ങൾ കുടിക്കുക. പിന്നെ പുറത്ത് നന്നായിട്ട് വെയിലത്തൊക്കെ നന്നായിട്ട് വിയർത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നന്നായിട്ട് വിയർത്ത് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടണം. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു കണക്ക് നമ്മൾ പാലിച്ചിട്ട് വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ സ്കിൻ കെയർ കൂടി ചെയ്യുക. ഇൻറ്റേർണലി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ചെയ്ത് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ 1 കുറച്ച് ടിപ്സുകൾ. ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനുമായിട്ട് മറ്റൊരു ദിവസം വരാം. അതുവരേക്കും ടാറ്റ.